രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഊഞ്ഞാലിരുന്ന് അനീഷും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ അനീഷ് പറയുകയാണ്, അനുമോളോട് ഒരു ഇഷ്ടം തോന്നി, അത് തുറന്നു പറഞ്ഞു. ഞാൻ വിചാരിച്ച അനുമോൾക്കും എന്നോട് ഇഷ്ടം ഉണ്ടാകുന്നു, പക്ഷേ അതങ്ങനല്ല എന്ന് മനസ്സിലായി. അപ്പോൾ അതവിടെ വെച്ച് തീർന്നു, മനസ്സിലായോ? അതേ എന്ന് അനുമോൾ പറയുന്നുണ്ട്. ആ ചാപ്റ്റർ അവിടെ തീർന്നു എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. അത് കഴിഞ്ഞു, അത്രയേ ഉള്ളൂ, മനസ്സിലായോ? അതേ എന്ന് അനുമോൾ പറയുന്നു. ഇനി വേറെ ഒന്നും മനസ്സിൽ വെച്ച് പെരുമാറരുത്. ഇല്ല, ഞാനൊന്നും മനസ്സിൽ വെച്ച് പെരുമാറുന്നില്ല അനീഷേട്ടാ. പിന്നെ എൻ്റെ നേച്ചർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, മനസ്സിലായി എന്ന് അനുമോൾ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഭാഗത്തുനിന്നും എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഒരു തെറ്റും പറ്റിയിട്ടില്ലല്ലോ എന്ന് അനുമോൾ മറുപടി പറയുന്നു. ഒരു തെറ്റ് സംഭവിച്ചിട്ടില്ല, അനുമോൾ പറഞ്ഞു. തിരിച്ചിഷ്ടം തോന്നിയിരിക്കും എന്ന് പറയാൻ കാരണം എന്താ അനീഷേട്ടാ? അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, എനിക്ക് പലപ്പോഴും അങ്ങനെ തോന്നിയിരുന്നു. അതെന്താ അങ്ങനെ തോന്നിയത്? തമാശയ്ക്ക് ആ ഫ്രൈഡേ കാണിച്ചതാണോ എന്ന് അനുമോൾ ചോദിക്കുമ്പോൾ, അല്ല, അനുമോളുടെ ഭാഗത്തുനിന്നും എനിക്ക് അങ്ങനെ തോന്നിയിരുന്നു. അതാണ്, വേറെ ഒന്നുമില്ല. നമ്മൾ ഒരുമിച്ചിട്ട് താമസിച്ചിട്ട് കുറേ നാളായില്ലേ, അപ്പോൾ ഞാൻ അനുകൂലമായ സമീപനം ഉണ്ടാവുന്നത് ധരിച്ചു പോയി, അത്രയേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ഇല്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. അന്നത്തെ കാര്യം ചേട്ടൻ ചോദിച്ചപ്പോൾ ഞാൻ ചേട്ടൻ്റെ ഒരു ബ്രദർ എന്ന രീതിയിലാണ് എനിക്ക് തോന്നിയിരുന്നത്. അതുകൊണ്ടാണ് പെട്ടെന്ന് ചേട്ടൻ അത് ചോദിച്ചപ്പോൾ എനിക്ക് ഷോക്കായി പോയത്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല, അന്ന് എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു, കുറച്ച് വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ വിഷമം മാറി. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ നന്നായി ചിരിച്ച് സംസാരിക്കാനൊക്കെ പറ്റുന്നത്. ഇനി ഇതിനെക്കുറിച്ചിട്ട് ടെൻഷൻ വേണ്ട കേട്ടോ. എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അതൊന്നും കുഴപ്പമില്ല. പിന്നെ തിരിച്ചു തോന്നണമെന്ന് അനുമോളുടെ ഭാഗത്തുനിന്ന് തിരിച്ചു തോന്നണമെന്നില്ലല്ലോ.